കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലിൽ സ്ഫോടനം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തീരത്ത് ബ്രിട്ടീഷ് സമുദ്ര അധികൃതർ അജ്ഞാത പ്രൊജക്ടൈൽ എന്ന് വിശേഷിപ്പിച്ച ആക്രമണത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിന് സമീപം ഒരു വാണിജ്യ കപ്പലിൽ സ്ഫോടനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാർജയിൽ നിന്നും ഏകദേശം 15 നോട്ടിക്കൽ മൈൽ വടക്കായിട്ടാണ് സംഭവം നടന്നതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗൾഫിലെ നിർണായകമായ ഷിപ്പിംഗ് പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബൾക്ക് കാരിയർ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കപ്പലിന്റെ തൊട്ടടുത്തു തന്നെ സ്ഫോടനം നടന്നതായി കപ്പലിന്റെ നേതൃത്വം സ്ഥിരീകരിച്ചതായും സമുദ്ര ഉപദേശക സംഘം അറിയിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജയിൽ നിന്നും 15 NM വടക്ക് മാറി ഒരു സംഭവത്തെക്കുറിച്ച് UKMTOക്ക് റിപ്പോർട്ട് ലഭിച്ചു. കപ്പലിന് സമീപത്തായി ഒരു അജ്ഞാത പ്രൊജക്ടൈലിൽ നിന്നുള്ള സ്ഫോടനം ഒരു ബൾക്ക് കാരിയറിന്റെ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു. പ്രസ്താവനയിൽ പറയുന്നു, പണിമുടക്കിൽ കപ്പലിലെ ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അധികൃതർ അന്വേഷണം നടത്തി വരികയാണ്. കപ്പലുകൾ ജാഗ്രതയോടെ സഞ്ചരിക്കാനും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ UKMTOയെ അറിയിക്കാനും നിർദ്ദേശിക്കുന്നുവെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. പ്രൊജക്ടൈലിന്റെ ഉറവിടം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഗ്രൂപ്പും ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഈ സംഭവം പ്രാദേശികമായി വളരെ അസ്ഥിരമായ ഒരു കാലഘട്ടത്തെ തുടർന്നാണ്. അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധപ്പെട്ട കപ്പലുകളെ ഇറാൻ അടുത്തിടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത് ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 1/5 വരുന്ന ജലപാതയിലൂടെയുള്ള എണ്ണ വാതക ഗതാഗതത്തിന് കാര്യമായ തടസ്സമുണ്ടാകുന്നു. സമുദ്ര ഉപരോധത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ജലപാത ഗതാഗതത്തിന് അനുവദിച്ചില്ലെങ്കിൽ ഇറാനിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന് പ്രസിഡന്റ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഭീഷണിപ്പെടുത്തി. ഈ കൃത്യം സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഭീഷണിയില്ലാതെ പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അമേരിക്ക അവരുടെ വിവിധ വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കും. ആദ്യം ഏറ്റവും വലിയത് മുതൽ, ട്രംപ് പറഞ്ഞു. സമുദ്ര വാണിജ്യത്തിന്മേലുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്ക് മറുപടിയായി ഊർജ്ജപ്രവാഹം സംരക്ഷിക്കുന്നതിന് ഇടപെടൽ G7 വിദേശകാര്യ മന്ത്രിമാർ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇറാനും അനുബന്ധ പ്രോക്സികളും നടത്തുന്ന ആക്രമണ പ്രവർത്തനങ്ങളെ തുടർന്ന് മേഖലയിലെ ഞങ്ങളുടെ പങ്കാളികൾക്ക് പിന്തുണ അറിയിക്കുന്നുവെന്നും മന്ത്രിമാർ പറഞ്ഞു. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഡ് ഗ്യാസ് വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ തടസ്സവും എണ്ണ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിനെ ഭയന്ന് ജപ്പാൻ മുതൽ ജർമ്മനി വരെയും ബ്രിട്ടൻ മുതൽ UAE വരെയും 22 രാജ്യങ്ങൾ ഇറാനോട് അവരുടെ ആക്രമണങ്ങൾ നിർത്തി ഹോർമുസ് കടലിടുക്ക് പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സൈന്യം ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിനാൽ എല്ലാ രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുകയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പാത അടച്ചതും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവനയിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.